ഈ പുലി വളരെ പതുങ്ങി ഇങ്ങനെ കിടക്കാറുണ്ട്. അതിൻ്റെ ഇര തേടുന്ന അവസരത്തിലായിരിക്കും ഇങ്ങനെ പതുങ്ങി കിടക്കുന്നത്. വളരെ സൈലൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വളരെ നിശബ്ദമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പണ്ട് ജവഹർലാൽ നെഹ്റു ചത്ത കുതിരയെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ചത്ത കുതിരയെന്നൊക്കെ പറഞ്ഞ ആ പ്രസ്ഥാനക്കാർ തന്നെയാണ് ഇപ്പോൾ ലീഗിനെ വളർത്തിക്കൊണ്ടുവന്ന് എടുത്തു നിർത്തിയിരിക്കുന്നതും ഒക്കെ പാല് കൊടുത്തതും ഒക്കെ അവർ തന്നെയാണ്. അതൊക്കെ പഴയ കഥ പോട്ടെ. ലീഗിനിപ്പോൾ എന്ത് പറ്റി? ലീഗ് UDF-നകത്തെ പ്രധാന ഘടകകക്ഷിയാണ്. പ്രധാന ഘടകകക്ഷി. അതിനപ്പുറമായിട്ട് ലീഗ് ഒന്ന് ആഞ്ഞ് വിചാരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിലെ പലരും താഴെ കിടക്കും. കോൺഗ്രസിനേക്കാൾ സീറ്റ് കൂടുതൽ ലീഗിനും കിട്ടും. ഭരണം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്ത് വരെ ഇരിക്കാൻ ലീഗിന് സാധിക്കും. ലീഗിൽ നിന്ന് ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? കോൺഗ്രസ്സുകാർ പിന്നെ പോയി തൂങ്ങിച്ചാവും. ഈ KPCC ആസ്ഥാനമല്ല ഇടിച്ചു നിരത്തി ചോറുതരം നടന്നു. അതാണ് വേണ്ടത്. ലീഗ് എന്തുകൊണ്ടാണ് നിശബ്ദരാകുന്നത്? ലീഗ് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ നോക്കണം. കോൺഗ്രസിനകത്ത് എന്തെങ്കിലും അപശബ്ദമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ ലീഗ് ഇടപെടും. ആന്റണിയും കരുണാകരനും തമ്മിലും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയങ്ങളിലൊക്കെ പോലും അതിൽ വളരെ സജീവമായിട്ട് ഇടപെടുകയും ആ പ്രശ്നങ്ങൾ വളരെ രമ്യമായി പരിഹരിച്ചു തീർക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ലീഗാണ്. ലീഗിന് അത്രത്തോളം ഒരു കാര്യങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരു തന്ത്രജ്ഞതയുണ്ട്. ഒരു കമാൻഡിങ് പവർ അവർക്ക് നിൽക്കുന്നുണ്ട്. അവർക്ക് മുസ്ലിം ലീഗിനെ നമ്മൾ എപ്പോഴും സംശയിക്കുന്നത് പേരിനോടൊപ്പം മുസ്ലിം എന്നുള്ളത് കിടക്കുന്നത് കൊണ്ടും പിന്നെ മുസ്ലിം വിഭാഗത്തിൽ ചില തീവ്ര സംഘടനകൾ ഈ യഥാർത്ഥ മുസ്ലിം ലീഗിൻ്റെ പേരുദോഷം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തന്നെ മതേതരത്തിൻ്റെ പൊയ്മുഖമാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് യോഗനാഥത്തിൽ ലേഖനവും എഴുതിയിരുന്നു. അതൊക്കെ മുസ്ലിം സമുദായത്തെ മുഴുവൻ താറടിക്കുകയും അവരിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി വോട്ട് ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണെന്നുള്ളത് ആർക്കും അറിയാം. പിണറായി വിജയൻ്റെ ഒരു കുഴലൂത്തുകാരനായിട്ട് നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതും എവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഈ ഇത്തരത്തിൽ ലീഗ് നിശബ്ദത പാലിച്ചിട്ടില്ല ഒരിക്കലും. കാരണം ലീഗ് ഏറെ കാലമായിട്ടൊരു അധ്വാനമാണ്. 10 വർഷമായിട്ട് പുറത്തു നിൽക്കുന്നു. നിലമ്പൂരിൽ എന്തൊരു അധ്വാനമാണ് അവർ നടത്തിയത്? 40 ദിവസം മണ്ഡലത്തിൽ ലീഗിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും തങ്ങി. കുഞ്ഞാലിക്കുട്ടി വീടുകൾ കയറി ഇറങ്ങിയാണ് വോട്ട് ചോദിച്ചത്. എന്തിനു വേണ്ടി? ആര്യാടൻ ഷൗക്കത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. പാർട്ടിക്ക് വിജയമുണ്ടാകണം. UDF-ന് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഈ ഒറ്റ മണ്ഡലത്തിലൂടെ. അപ്പോൾ ഒരു UDF തരംഗമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. 26-ൽ ഭരണവും പിടിക്കണം. അതിന് കഴിയാതെ വരുന്നു. പല തവണ ഈ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ഹൈക്കമാൻഡിൽ ധരിപ്പിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ കോൺഗ്രസ്സുകാരെ ഉന്നതന്മാരെല്ലാം മുഖ്യമന്ത്രി കുപ്പായം എടുത്ത് അണിയാൻ തുടങ്ങി. അതിൻ്റെ പേരിൽ മുറുമുറുപ്പ് തുടങ്ങി. ലീഗാണ് ഹൈക്കമാൻഡിനെ വിവരം ധരിപ്പിച്ചു. ഉടൻ അവിടുന്ന് വിളി വന്നു, എല്ലാവരും കുപ്പായം അഴിച്ചു വെച്ചോണം, പിന്നീട് തീർച്ചപ്പെടുത്തും ആരെന്നുള്ളത് ഹൈക്കമാൻഡ് തീർച്ചപ്പെടുത്തും, അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിശബ്ദത. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ പുനഃസംഘടന, ജംബോ പട്ടിക, ആ പട്ടിക, ഈ പട്ടിക. ഇപ്പം നടക്കാൻ പറ്റത്തില്ല ഇവരെ കൊണ്ട്. തിരുവനന്തപുരത്ത് വെള്ളയമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ശാസ്തമംഗലത്തേക്ക് പോകുന്ന വഴിക്കാണ് ഇവരുടെ ഈ ആഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ അവിടെ ശ്മശാന മൂകതയാണ്. ഇതുവഴി ഇപ്പം നടക്കാൻ പറ്റത്തില്ല. നടക്കുന്നത് ആരെയെങ്കിലും തട്ടിയാൽ അത് മുഴുവൻ KPCCയുടെ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, മട്ടക് സെക്രട്ടറിമാർ കുറേ എണ്ണങ്ങളുണ്ട്.
എല്ലാം കതറിട്ട് പെരുപ്പിച്ച് നടക്കുകയാണ്. അപ്പൊ ഇതിന്റെ പേരിൽ ആഹ്ലാദിച്ച് നടക്കുകയാണ് ഈ പട്ടികയിൽ ഇടം കിട്ടിയവർ. കിട്ടാത്തവൻ മുറുമുറുപ്പുമായിട്ട് നിൽക്കുന്നു. നോക്കണം, നിരവധി പ്രശ്നങ്ങൾ കേരളത്തിലുള്ളത് ജനകീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ സമയത്ത് ഇവര് പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളുമായിട്ട് KC വേണുഗോപാൽ എന്ന് പറയുന്ന മഹാൻ മുഖ്യമന്ത്രിയാകാനായിട്ട് ചരടിൽ തൂങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്, താഴെ സമയമാകുമ്പോൾ ഇങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ലീഗിനെ അതൃപ്തരാക്കിയിരിക്കുന്നത്. ലീഗ് ഇപ്പോൾ നിശബ്ദത പാലിക്കുകയാണ്. ലീഗ് ഒരു വിളി മതി. നമുക്കറിയാം, സോണിയാഗാന്ധി ഇവിടെ എത്തും, പാണക്കാട് തങ്ങളുടെ വീട്ടിലെത്തും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എത്തും. കാരണം ഇവരൊക്കെ ജയിച്ചു പോയത് ഈ വയനാട്ടിൽ നിന്നാണല്ലോ. രാഹുലും ആ പെങ്കൊച്ചും ഒക്കെ ജയിച്ചു പോയത് ഇവിടുന്നാണ്. അതുകൊണ്ട് ലീഗിന് വലിയ ശക്തി ഉണ്ടെന്നുള്ളതാണ്. ഈ KC വേണുഗോപാൽ പോലും ഹൈക്കമാൻഡിൽ രാഹുൽ ഗാന്ധിയൊക്കെ തന്നെ പറഞ്ഞു ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ലീഗിന് നമ്മൾ പലപ്പോഴും വഴങ്ങണം. എന്തിനാണ്? കൂടുതൽ KC ഒന്ന് തൃപ്തിപ്പെടുത്തുകയാണ് ലീഗിനുമായിട്ട്. കാരണം ഒരു ലീഗിന്റെ ഈ KCയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ ലീഗ് എതിർപ്പ് പ്രകടിപ്പിക്കരുത്. അതിനുവേണ്ടി ഇനി നമുക്കിവിടെ കേരളത്തിൽ ഭരണം പിടിക്കണമെന്നുണ്ടെങ്കിൽ ലീഗ് പ്രധാനപ്പെട്ട ശക്തിയായി മാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ ലീഗ് നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. 1. 2, അവർ വെറും കലഹത്തിലൂടെ മുമ്പോട്ട് പോവുകയാണ്. 2 തെരഞ്ഞെടുപ്പാണ് അടുത്ത് വരുന്നത്. ഇതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇതിനെ നേരിടാൻ തക്കവണ്ണം UDF മുന്നണി സജ്ജമാകുന്നില്ല. ലീഗ് എല്ലാവരുടെ കാര്യങ്ങളിൽ UDFിലുള്ളത് മൊത്തത്തിലെ ഇടപെടുമെന്നുള്ളതാണ്. ഇപ്പൊ പാണക്കാട് നിന്നും ഒരു തിട്ടൂരം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഘടകകക്ഷികൾ മുഴുവൻ അനുസരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നോക്കണേ, ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ലീഗ് കുറേയധികം അധ്വാനിച്ചില്ലേ? 2021 ലീഗ് അങ്ങോട്ട് പോകാനുള്ള ഒരു ശ്രമമായിരുന്നു. അതൊക്കെ പിന്നീട് പിണറായി വിജയനും ഭരണത്തിനും ഒക്കെ എതിരായിട്ടൊരു വലിയ വികാരം രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് അതങ്ങ് താത്തുവെച്ചു. ഒടുവിൽ എന്തായി? ലീഗ് ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പല തരത്തിലുള്ള ഒളിഞ്ഞും തിരിഞ്ഞും ഒക്കെ ചർച്ചയാണ്. ആ ചർച്ചകൾക്ക് വേണ്ടി തയ്യാറായി വന്ന് ലീഗ് തന്നെ അവിടെ ത്യാഗം സഹിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അതായത് ജോസ് കെ മാണിക്ക് സുരക്ഷിതമായ മണ്ഡലം ഇങ്ങോട്ട് ഉന്നയിച്ചു. സുരക്ഷിതമായ മണ്ഡലം കൊടുക്കാമെന്ന് പറഞ്ഞു. UDFിലേക്ക് വന്നാൽ പാല കൊടുക്കത്തില്ല മാണി സി കാപ്പൻ, കടുത്തുരുത്തിയും കൊടുക്കത്തില്ല. കടുത്തുരുത്തി ജോസഫിലെ മോൻസിൻ്റെതാണ്. അപ്പോൾ ജോസ് കെ മാണിക്ക് സുരക്ഷിതമായ മണ്ഡലം കിട്ടണം. നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിലിരുന്നാൽ, കരിങ്ങോഴക്കൽ തറവാട്ടിൽ പോയിരുന്നാൽ ജയിക്കണം. അത്തരത്തിലുള്ള ഒരു മണ്ഡലം വരെ കൊടുക്കാമെന്ന് പറഞ്ഞ് തിരുവമ്പാടി മണ്ഡലത്തിൽ ഇപ്പോൾ CPMകാരനാണ്. അതൊരു 2000-3000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. അതിപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും ലീഗിന്റെ കൈകളിലേക്ക് തിരിച്ചു വരുമെന്നും അറിയാം. അതുവരെ കൊടുക്കാമെന്ന് വരെ പറഞ്ഞ് ലീഗ് അങ്ങനെ ഒരുപാട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. പല മണ്ഡലങ്ങളും കോൺഗ്രസുമായിട്ട് വെച്ചുമാറാൻ തയ്യാറാകുന്നു. എന്നിട്ട് പോലും കൊടുവള്ളി ആയാലും അതുപോലെ തന്നെ ഗുരുവായൂര്, കളമശ്ശേരി, ഇതൊക്കെ വെച്ചുമാറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? മൂന്നാം വട്ടം അവർക്ക് LDFന് തുടർ ഭരണത്തിലേക്ക് പോകരുത്, UDF അധികാരത്തിൽ വരണമെന്നുള്ളതിന് വേണ്ടിയിട്ട്. പക്ഷേ ലീഗ് ഇതെല്ലാം ഇപ്പോൾ വെച്ച് കെട്ടിയിരിക്കുകയാണ്. ലീഗ് എന്തോ കാര്യം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ സസൂക്ഷ്മം കേരള രാഷ്ട്രീയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വൻ സ്ഫോടനം തന്നെ ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.